അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡെന്റൽ ചികിത്സ ഇപ്പോൾ കൊച്ചി തോപ്പുംപടിയിൽ ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. പല്ല് നിരയാക്കാൻ ഇനി കമ്പിയിട്ട് വേദന സഹിക്കേണ്ട. ക്ലിയർ അലൈനർ ധരിക്കൂ, പല്ല് കാണിച്ചു തന്നെ ചിരിച്ചോളൂ. കുട്ടികൾക്കായി അത്യാധുനിക രീതിയിൽ ഡെന്റൽ കെയർ, കൂടാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, എക്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ്, റെസ്റ്റോറേഷൻസ്, ഓർത്തോഡോണ്ടിക്സ്, ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്, പോസ്റ്റ് ആൻഡ് കോർ ബിൽഡപ്പ്, dental trauma care, dental fixing, crown fixing, dentures, dental implants, dental venous, tooth whitening എന്നിവയാണ് ഞങ്ങളുടെ സേവനങ്ങൾ. അതും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ രണ്ടാമത് ദേശീയ കാവ്യ മാമാങ്കം നടന്നു. കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ രണ്ടാമത് ദേശീയ കാവ്യ മാമാങ്കം 2024 പള്ളുരുത്തി വിപിൻ സാർക്കടിയിൽ നടന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, കോട്ടയം, മലപ്പുറം, വിദേശത്തു നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. പ്രസിഡന്റ് VS വിപിൻ പള്ളുരുത്തി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി രാജം ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന ലെവലിൽ 14 ജില്ലകളിലും അക്കാദമിയുടെ കഥാമിത്രം, കാവ്യമിത്രം ഗ്രൂപ്പുകൾ സജീവമായി മുന്നോട്ടു പോകാൻ അശ്രാന്ത ശ്രമം നടത്തുമെന്ന് സെക്രട്ടറി റോബിൻ പള്ളുരുത്തി പറഞ്ഞു. കല്ലറക്കൽ, സക്കീർ സേട്ട്, പ്രശോഭ AC 50ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. കാവ്യമാവങ്കം ജസ്റ്റിസ് PS കോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. 151 കവികൾ കാവ്യമാവങ്കത്തിൽ പങ്കെടുത്തു. കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ വേരുകൾ പടർന്ന് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ കഥാമിത്രവും അതുപോലെ കാവ്യമിത്രവുമൊക്കെ ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമുക്കൊരു പ്രതിനിധി സമ്മേളനം ആവശ്യമാണ്. 21-ാം തീയതിയായി ഇന്ന് പ്രതിനിധി സമ്മേളനം. എന്താണ് നമ്മൾ ഏത് ജില്ലകളെ പ്രതിനിധാനം ചെയ്യുന്നു, ആ ജില്ലയിൽ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? വളർന്നു വരുന്ന സാഹിത്യാഭിരുചിയുള്ള കലാ, കായിക, സാംസ്കാരിക, ചിത്ര, ശാസ്ത്ര ഏത് വിഭാഗത്തിലെയും ഓരോ താരങ്ങളെയും അവരുടെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് അവരെത്രത്തോളം. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.